ഹലോ, നമസ്കാരം. പനിയാണ്, ചുമയാണ്, തലവേദനയാണ്. പക്ഷേ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അതായത് ഞാൻ 2 ദിവസം ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് കോൺഫിഡൻസോടെ വീഡിയോ എടുക്കും, പോസ്റ്റ് ചെയ്യും. അതിൻ്റെ അടുത്ത ദിവസം എനിക്ക് പനി. അതിൻ്റെ എക്സ്ക്യൂസ് മീ. അതിൻ്റെ അടുത്ത ദിവസം നല്ല പനിയും എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരിക്കും. ഇന്നലെ രാത്രിയല്ല, ഒരു വൈകുന്നേരം 6 മണിയായപ്പം ഞാൻ സൗത്ത് ഡോക്ക്, അതാണ് ഇവിടുത്തെ ഡോക്ടറിൻ്റെ മറ്റേ സംഭവം, എമർജൻസിക്കൊക്കെ ഞാൻ വിളിച്ചു. അപ്പോൾ അവർ തിരിച്ച് വിളിച്ചിട്ട് നമ്മളുടെ പേരും ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് അവർ തിരിച്ച് നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് അപ്പം തന്നെ തരും. അപ്പം തന്നെ എന്ന് വെച്ചാൽ ആ ദിവസം തന്നെ തരണം. ഞാൻ വിളിച്ചു, എൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു ഇവിടെ മഞ്ഞായി സ്നോഫോൾ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, വിൽ ലെറ്റ് യു നോ എന്ന് പറഞ്ഞു. സൗത്ത് ഡോക്കിനൊരു ജെറ്റ് വിമാനമാണോ? സൗത്ത് ഡോക്കിന് കോൾ വേണ്ടി വെയിറ്റ് ചെയ്തു. അവരെന്നെ വിളിച്ചു ഒരു 12:15 ആയപ്പം. ഞാൻ വെട്ടിയിട്ട പോത്തിൻ്റെ കൂട്ട് കിടന്നുറങ്ങായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തില്ല കണ്ടില്ല. രാവിലെ ഞാൻ എണീറ്റു. രാവിലെ ഐ ഫെൽറ്റ് ലിറ്റിൽ ബെറ്റർ, നോട്ട് ദാറ്റ് ബാഡ്. നേരെ പോയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇതെന്താണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആദ്യം ഞാൻ വിചാരിച്ചൊരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാമെന്ന്, എന്തെങ്കിലും രാവിലെ കഴിക്കാമെന്ന്. പക്ഷേ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നില്ല, വിശന്നിരിക്കാനും പറ്റില്ല. ഒരു കണക്കുമില്ലാണ്ട് എന്തൊക്കെയോ വലിച്ചു വാരിയിട്ടു. -5 ആണ്, -5. ഞാനൊരു ജാക്കറ്റോ ഒരു കോട്ടോ എന്തുകൊണ്ട് ഇട്ടിട്ടില്ല? അഹങ്കാരം, ഓർ മടി, ഓർ ബോധമില്ലാതെ മറന്നുപോയി. ഈ കണ്ണ് കിട്ടുന്നതാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ വീഡിയോ അത്രയ്ക്ക് പൊളിയാണോന്ന് വെച്ചാൽ കാക്കിക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നല്ലേ എൻ്റെ വീഡിയോ ഒക്കെ പൊളിയാണ്. നമ്മളൊരു 1K ആയിട്ട്, അയ്യോ ബട്ടർ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ഈശ്വര, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഓക്കെ? പനിയായിട്ട് വെറുതെ ചടഞ്ഞുകൂടി ഇരിക്കേണ്ട, നമുക്ക് വീഡിയോ എടുക്കാം എന്നൊരു മോട്ടിവേഷനോടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ വലിയ ശക്തി ഇപ്പോൾ ഇല്ല, എന്നാലും ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് എൻ്റെ ആ ന്യൂ ഇയറിൽ ഞാൻ എടുത്ത മോട്ടിവേഷൻ്റെ ആ റെസൊല്യൂഷൻ്റെ കോൺഫിഡൻസ് ഒന്നും കളയണ്ട എന്ന് ഞാൻ വിചാരിച്ചാണ് ഇപ്പം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. രാത്രി ഏകദേശം ഒരളവിന് മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുള്ള വ്യൂ ഇതാണ്. ആ മഞ്ഞും പിന്നെ കുറച്ച് സൂര്യപ്രകാശം കൂടെ അടിച്ചപ്പം കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. പിന്നെ ഞാൻ കണ്ട അത്ഭുതമായ കാഴ്ച, മഞ്ഞ് തിന്നുന്ന പക്ഷി. അതായത് ആ ബാക്ക്യാർഡിൽ കിടന്ന മഞ്ഞല്ല ആ സ്നോ ഒക്കെ എടുത്ത് തിന്നുന്നൊരു പക്ഷിയെ കണ്ടോ. തിന്നുവാണോ അത് മോൻ ക്ലീൻ ചെയ്യുവാണോ? പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. തണുത്ത് മരവിച്ച കുറേ ബൾബുകളും. എന്നാൽ പിന്നെ ഒരു ചൂട് ചായ എടുത്തുകൊണ്ട് വന്ന് നമുക്കങ്ങ് തുടങ്ങിയാലോ. ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ പല്ലേച്ചായിരുന്നോ? പനിയല്ലേ, പനിയുടെ സമയത്ത് പല്ലേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വാവ്, ഞാനൊരു സംഭവം തന്നെ. പനിയാണെങ്കിൽ ഞാനൊരു സംഭവം തന്നെ. ഇത് ഞാൻ വീട്ടിലൊക്കെ ഒന്ന് വിളിച്ച് അറിയിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് ഡാഡിയോടും അച്ഛനോടും അമ്മയോടും തങ്കുമോനോടും പിന്നെ ചിപ്പിയോടും കുറച്ച് കുശലമൊക്കെ പറഞ്ഞിരുന്നു. ഈ കോളിന് ശേഷം ഞാൻ പോയി കിടന്നുറങ്ങി. കാരണം വീഡിയോ ഉണ്ടാക്കാനുള്ള മോട്ടിവേഷനും കോൺഫിഡൻസും എല്ലാം പമ്പ കടന്നുകൊണ്ട് എവിടുന്നോ ഇല്ലാത്തൊരു തലവേദനയും കൂടെ വന്നതുകൊണ്ട് ഞാൻ വെട്ടിയിട്ട പോത്തിനെ പോലെ പിന്നെയും കിടന്നുറങ്ങി. അപ്പം ഇന്നത്തേക്ക് ഇത്രമാത്രം. ഇനി പനിയൊക്കെ മാറിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.